ചതിച്ച ബോംബെണ്ടെന്നാ തോന്നണ. അയ്യോ അജ്ഞാത ഭീകരൻ. ഓടരുത്, ഓടത്തില്ല. വെടിവെക്കരുത്. വന്ദേ മാതരം, വന്ദേ മാതരം. ആരേട്ടാ മോള് വിധവയാവുന്ന തോന്നുന്നു. വന്ദേ മാതരം. ഓ, പീതാംബരൻ സാറേ ഇവര് പ്രാന്താണ്. ഉണ്ടകളൊന്നും കൊണ്ടില്ലേ? പിടിക്കവനെ. എന്നെ ഇന്ന് തിങ്കളാഴ്ച വെള്ളിയാഴ്ച ആവട്ടെ. ഹായ്, ഹലോ, എന്നെ മനസ്സിലായ? അതെ, ഇവിടെ ഭയങ്കര സംഭവം നടക്കാൻ പോവാ. കുട്ടി വേഗം വീട്ടിൽ പൊക്കോ. ഓക്കെ, സീ യു. ഞാൻ ചെറുപ്പത്തിൽ പോലും മുട്ടുകാലിൽ അറിഞ്ഞിട്ടില്ല. ബോംബ് ഈ മുറിയിലാന്ന് തോന്നുന്നു. ശബ്ദം കേട്ടില്ലേ? ബോംബ് ഈ മുറിയിലാണെന്ന് ഉറപ്പാണോ? എങ്കിൽ നമുക്ക് വേറെ മുറിയിലേക്ക് പോവാം. ചുമ്മാ ഇരി. ആരോ മുട്ടുന്നുണ്ട്. കാലനാണോ? അനുഗ്രഹിക്കൂ അപ്പൂപ്പേ. അല്ല അപ്പൂപ്പ. പേടിക്കണ്ട, ഇവിടെ ഒരു ടിക് 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 ശബ്ദം കേട്ടല്ലോ. ക്ലോക്കാ. ആരാ? എവിടുന്നാ? ഞങ്ങൾ ചന്ദ്രനിൽ നിന്ന് വന്നത്. ഏയ്, ആരോടും പറയരുത്. ഈ ഹോസ്പിറ്റലിൽ ആരോ ബോംബ് വെച്ചിട്ടുണ്ട്. ഈശ്വര, ഇവിടെ ബോംബ് വെച്ചിട്ടുണ്ടാ? ഈ വണ്ടിക്കാരൻ കടപോയി. ഈ വണ്ടിക്ക് തന്നെ പോവാ. ഈശ്വര, ഇവിടെ ആരും അറിഞ്ഞിട്ടില്ലേ ബോംബ് വെച്ച കാര്യം? ഇവരൊന്നും അറിഞ്ഞില്ലാവോ? നാളെ ചവപ്പട്ടി കച്ചവടക്കാരൻ നല്ല കോളായിരിക്കും. എങ്ങോട്ടേ കാണാവോ? റോട്ടാ. ഓഹോ, ഞാൻ സഹായിക്കാം. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഇതെങ്ങോട്ടാ? മേപ്പോട്ടേക്കാ. എടോ, എനിക്ക് കൊണ്ട് താഴോട്ടാണോ? മേപ്പോട്ട് പോവാന്നേ. മേപ്പോട്ട് പോവാന്നേ. ഈശ്വര, ഇവിടെ മൊത്തം പൊട്ടി തകരാൻ പോവാടോ. പൊട്ടി തകർന്നേ ഇതുവരെ കണ്ടിട്ടില്ല. ഒരുമിച്ച് കാണാ. അയ്യോ, ഞങ്ങൾ ഡോക്ടറാ. താൻ പോടോ. എന്റെ ഡ്രസ്സിംഗ് ഇതാണോ? അയ്യോ, ആരും ഇങ്ങോട്ട് വരല്ലേ. അർജുൻ, അർജുൻ അങ്ങോട്ട് പോയോ? ഏയ്, എന്താ അതില്? ആരാ നിങ്ങള്? അർജുൻ, go outside. എല്ലാവരും മാറിക്കോ. ബോംബാണത്. ബോംബാണത്. നല്ല കമ്പനിയുടെ ടൈം പീസ് ആയിരിക്കണേ. വർക്കുണ്ട്. ഈ പട്ടിനെ നോക്കി പഠിപ്പിക്കുന്നത്.
ഇതെന്റെടാ പട്ടി. ഇതെല്ലാം പട്ടി അടിച്ചോണ്ട് പോയേ. അർജുൻ അർജുൻ go fast go അർജുൻ go fast എല്ലാവരും മാറിക്കോ ബോംബാണെന്ന് അർജുൻ go go come fast go hey എല്ലാവരും മാറോ അർജുൻ go fast go Arjun, fast! Arjun, go fast! Arjun, throw! Let's throw! Welcome, sir. ഇതറിയട്ടെ പോരല്ലേ ഇത് മതിയാ നമ്മുടെ ഓഫീസ് തകർത്ത കാര്യം പറയാൻ പറ്റിയ സമയം ആ ചെകുത്താൻ കൂടെ തന്നെ ഉണ്ട്. എന്നാ പോയിട്ട് നമുക്ക് പിന്നെ വരാം. ഏയ് എനിക്കിപ്പോ കണ്ടേ പറ്റൂ സാർ എനിക്കൊരു കാര്യം പറയാൻ ഗസ്റ്റ് ഹൗസിലേക്ക് വരൂ. സാർ സാർ അങ്ങനെ പറയൂ സാർ പ്ലീസ് സാർ പ്ലീസ് സാർ ഞാൻ പറഞ്ഞോട്ടെ സാർ ഒരു ജീവിത പ്രശ്നമാണ് സാർ ഞാൻ പറഞ്ഞോട്ടെ സാർ ഇപ്പൊ പറയാൻ പറ്റില്ലെങ്കിൽ പിന്നെ പറയാൻ പറ്റില്ലെങ്കിലോ സാർ പ്ലീസ് സാർ ഞാൻ പറഞ്ഞോട്ടെ പ്ലീസ് എന്താ എനിക്ക് പറയാനുള്ളത്? ഇത് പറയാനാ സാർ ഞാൻ വന്നു. CID മൂസ മുഖ്യമന്ത്രിയുടെ ജീവൻ രക്ഷിച്ചേ. ഇതിനോട് ഒരു കാര്യം ഞാൻ വരാം സാർ. എക്സ്ക്യൂസ് മീ സാർ. ഓക്കെ இந்த பாம்பு வச்சவன் யாருன்னு எனக்கு தெரியாது. ஆனா எனக்கு இப்போ அவன் கடவுள் மாதிரி. அன்னைக்கு நீங்க என்கிட்ட என்ன கேட்ட? சிஎம்ஐ காப்பாற்ற முடியுமாண்ணா? முடியும். ஏன் தெரியுமா? ஐ எம் மூசா, சிஐடி மூசா. കല്യാണം ആലോചിച്ചെന്ന് എന്നോട് അവൾ പറയാണ് ഞാൻ വെറും ശിക്കാരി ശംഭുവാണെന്ന്. ഞാനതല്ലാന്ന് എനിക്ക് തെളിയിക്കണം. സത്യം അവള് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി എങ്ങനെ തെളിയിക്കും? വേണ്ട, കല്ലും മടി തപ്പണ്ട, ഞാൻ പറഞ്ഞ പിൻവലിച്ചു. സിഎമ്മിന്റെ വധശ്രമത്തിന് പിന്നിലുള്ളവരെ കണ്ടുപിടിച്ച് ഈ സിഐഡി മുസാരാണെന്ന് എനിക്ക് അവൾ അറിയിക്കണം. ഇറ്റ്സ് എ ചാലഞ്ച്. പക്ഷെ നമ്മൾ എവിടെ തുറക്കണം? അല്ല, എവിടെ തുടങ്ങണം? സാഹചര്യ തെളിവുകൾ വെച്ച് ആ കമ്മീഷണറെയാണ് നമ്മൾ ആദ്യം സംശയിക്കേണ്ടത്. പക്ഷെ അയാൾക്ക് പിന്നിൽ ആരോ ഉണ്ട്. അതാരാണെന്ന് നമുക്കറിയാം. എനിക്ക് കിട്ടി, സംഘത്തലവനെ പിടികിട്ടി. ആരാ? 2003 ജൂൺ 2-ാം തീയതിയാണ് സിറ്റി ഹോസ്പിറ്റലിൽ ബോംബ് വെച്ചത്. അവിടെ വെച്ച് ഞാൻ അവനെ കണ്ടു. അവൻ തന്നെ, എനിക്ക് ഉറപ്പാ. അവൻ വെറും ഭ്രാന്തനല്ലേ? അവൻ ഭ്രാന്തനായി അഭിനയിക്കുക. അല്ലെങ്കിൽ എന്തിനാ അവൻ എല്ലായിടത്തും വരണം? അവനെന്താ ഭ്രാന്ത? ഭ്രാന്തനല്ലാത്ത ഒരാൾ ഭ്രാന്തനായി കടന്നു വരുമ്പോൾ അവന് ഭ്രാന്താണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന നമുക്കാണ് ഭ്രാന്ത്. ഓ, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. വിക്രമൻ ചേട്ടാ, യു ആർ ഗ്രേറ്റ്. ഞാനാ? നീ വെറും വേസ്റ്റ്. അങ്ങനെ പറയാം. ഇനി ഒരു നിമിഷം പോലും കളയാതെ നമ്മൾ അവന്റെ ഓരോ നീക്കങ്ങളും വീക്ഷിക്കുന്നു. നമ്മൾ അവനെ ഫോളോ ചെയ്യുന്നു. Come on!